45,000 രൂപയുടെ ഒരു തേനീച്ചപ്പെട്ടി, അതാണ് ഈ ഇരിക്കുന്ന സാധനം. അപ്പം തേനീച്ച കൃഷിയിൽ ഭയങ്കരമായിട്ടൊരു വിപ്ലവം ഇത് നമ്മുടെ ഇന്ത്യൻ തേനീച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഞൊടിയൽ തേനീച്ചയിൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു പെട്ടിയാണിത്. ഇതൊരു ഓസ്ട്രേലിയൻ മെയ്ഡാണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പെട്ടിയാണ്. ഒരു ഓസ്ട്രേലിയൻ മെയ്ഡ് ബോക്സ് ആണിത്. ഇറ്റാലിയൻ തേനീച്ചകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹണി ഫ്ലോ ഹൈവ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ തേനടകൾ എടുത്ത് മെഷീനിൽ വെച്ച് കറക്കി തേൻ എടുക്കുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട, കുപ്പി ഇതിനകത്ത് പിടിച്ചു കൊടുത്താൽ നമുക്ക് തേൻ കിട്ടുന്ന ഒരു മെത്തേഡ്. ആ ഒരു മെത്തേഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണിത്. ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഭാഗങ്ങൾ എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നമ്മുടെ ഹണി ഫ്ലോ ഹൈവിൻ്റെ ഒരു ബോക്സാണിത്. അപ്പം ഇറ്റാലിയൻ തേനീച്ച എപ്പിസ് മെല്ലിഫ്രയ്ക്ക് വേണ്ടി മാത്രമാണ് കൂടുതലും ഈ ബോക്സ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാനിത് ഇന്ത്യൻ തേനീച്ചയിൽ അല്ലെങ്കിൽ ഞൊടിയൽ തേനീച്ചയിൽ ഇത് പ്രാവർത്തികമാകുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ശ്രമത്തിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രസകരമായി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനും അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ രീതിയിൽ നല്ല രസകരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പെട്ടിയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ചകൾക്ക് 4 ഭാഗങ്ങൾ, അതായത് അതിൻ്റെ അടിപ്പെട്ടി, ബ്രൂഡ് ചേമ്പർ, ഹണി ചേമ്പർ, അതിൻ്റെ അടപ്പ് ഉള്ളതുപോലെ തന്നെ ഇതിനുമുണ്ട്. എന്നാൽ ഇതിന് ചില വ്യത്യസ്തതകൾ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. അപ്പം നമ്മൾ അടപ്പിൽ നിന്ന് തുടങ്ങാം, കാരണം ഇത് ഭയങ്കര ഹെവി സാധനമാണ്. അപ്പം നമ്മുടെ ഇറ്റാലിയൻ തേനീച്ചയുടെ മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള അടപ്പുകളാണ് ഇതിന് വരുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ അടപ്പ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു മെത്തേഡ് ബോക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടി തുറന്ന് ഇതിൻ്റെ ഫ്രെയിമുകൾ, ഹണി ചേമ്പറുകൾ എടുക്കാതെ നമുക്ക് ഇതിനകത്ത് നിന്ന് തേൻ എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രീതി. ഇത് ആർട്ടിഫിഷ്യൽ ഹണി കോമ്പാണ്, അതായത് പ്ലാസ്റ്റിക്കിലും ഫൈബറും വെച്ച് നിർമ്മിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഹണി കോമ്പുകളാണ്. അപ്പം ഈ രീതിയിലുള്ള കോമ്പാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ തേനീച്ചകളെ കൊണ്ട് അടകൾ നിർമ്മിച്ചാണ് സാധാരണ നമ്മൾ ഇന്ത്യൻ തേനീച്ചയിൽ കൃഷി ചെയ്യുന്നത്. എന്നാൽ കണ്ടോ, ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ കോമ്പാണ് ഈ പെട്ടിക്കകത്തുള്ളത്. ഇതെല്ലാം ഫൈബർ മെറ്റീരിയലാണ്, അല്ലെ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിൻ്റെ പല ഭാഗങ്ങളും ഫൈബറും പ്ലാസ്റ്റിക്കും ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള പാർട്സാണ്. അപ്പം ഇങ്ങനെയുള്ള പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതേ വലുപ്പത്തിലുള്ള ഇറ്റാലിയൻ്റെ തടിയുടെ ഫ്രെയിമുകളുണ്ട്. എന്നാൽ ഇന്ത്യൻ തേനീച്ചയിൽ ഇത്രയും വലുപ്പമില്ല. ഒരു 11 ഇഞ്ചൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ പെട്ടിയുടെ വീതി വരുന്നത്. അപ്പം ഈ രീതിയിലുള്ള ഫ്രെയിമുകൾ നമ്മൾക്ക് എങ്ങനെ ഇന്ത്യൻ തേനീച്ചയിൽ സാധിക്കും എന്നുള്ളതാണ് ഞാനിപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ ബോക്സുകളിൽ ഇതെങ്ങനെ പ്രാവർത്തികമാകുന്നു എന്ന് വെച്ചാൽ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, കണ്ടോ? ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഹണി കളക്ഷന് വേണ്ടിയുള്ളൊരു ഒരു ലിവർ കിട്ടും. അപ്പം ഈ ഓരോ ഫ്രെയിമിനും ഇവിടെ ഒരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് നല്ല നീളമുള്ള, ഏകദേശം ഇതിൻ്റെ അത്രയും ലെങ്ത് ഉള്ള ഇതിൻ്റെ കൂടെ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ലിവർ എക്സ്ട്രാ ഇതിന് വരുന്നുണ്ട്. ആ ലിവർ ഇതിനകത്തൂടെ കയറ്റിയാൽ ഇതിൻ്റെ ഫ്രെയിംസിലെ ഈ കോമ്പുകൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ കോമ്പുകളെല്ലാം അൺഈവനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു പൊസിഷൻ വെച്ചാൽ ഈക്വൽ ആവുകയും അല്ലെ ഈവൻ ആകുകയും തിരിച്ച് വേറൊരു പൊസിഷനിലേക്ക് വെച്ചാൽ അത് അൺഈവൻ ആകുകയും ചെയ്യും. അന്നേരമാണ് ഇതിനകത്തുനിന്ന് അട പൊട്ടിയിട്ട് ആ തേനെല്ലാം ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ചേമ്പറിൽ വന്ന് ഇതിനകത്തൂടെ നമുക്കിവിടെ ക്യാപ്പിംഗ് ഉണ്ട്. ഈ ക്യാപ്പ് തുറന്നാൽ ഇതിനകത്തൂടെ ഹണി പുറത്തേക്ക് വരും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം, സിമ്പിൾ മെക്കാനിസമാണ്. ഈ രീതിയിലാണ് ഇത് നമുക്ക് ഇറ്റാലിയൻ തേനീച്ചയിൽ പ്രാവർത്തികമായിരിക്കുന്നത്. അപ്പം നമ്മളിത് ബോക്സിൻ്റെ അകത്താണെങ്കിൽ ഈ രീതിയിലിരിക്കും. നമ്മുടെ ഒരു ലിവർ ഇവിടെ ഉണ്ട്, ആ ലിവർ കയറ്റിയിട്ട് തിരിച്ചാൽ ഇതിലെ ഈ ഹണി കോമ്പോ പൊട്ടിയിട്ട് ഇതുവഴി നമുക്ക് ഹണി പുറത്തേക്ക് വരും. ഇതിനൊരു എക്സ്റ്റൻഷൻ, ഒരു ടാപ്പ് എക്സ്റ്റൻഷൻ ഉണ്ട്. ആ ടാപ്പ് സെറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ബോട്ടിൽ ഹണി കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഈ ബോക്സിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇനിയും ഇതിനകത്ത് തേൻ നിറയുന്നതൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതിനകത്ത് തേൻ നിറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് തേൻ നിറഞ്ഞിരിക്കുന്നതും തേനീച്ചകൾ ഇതിനകത്ത് തേൻ നിറയ്ക്കുന്നതും ആ കാഴ്ചകളൊക്കെ വളരെ രസകരമായിട്ട് പുറത്തു നിന്ന് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇങ്ങനെയുള്ള ബോക്സുകളിലുണ്ട്. അപ്പം ഇത് ഇതിൻ്റെ സൂപ്പർ ചേമ്പറാണ്, അല്ലെങ്കിൽ ഹണി ചേമ്പറാണ്. ഇതിൻ്റെ ബ്രൂഡ് ചേമ്പർ കൂടെ ഞാൻ കാണിച്ചു തരാം.
അപ്പം നമ്മുടെ ഹണി ചേമ്പർ പരിചയപ്പെട്ടു. വളരെ ഹെവി ആയിട്ടുള്ള സാധനമാണ്, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബ്രൂഡ് ചേമ്പറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യൻ തേനീച്ചയിൽ നമ്മൾ ക്യൂൻ എക്സ്ക്ലൂഡർ യൂസ് ചെയ്യും. ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ ബ്രൂഡ് ചേമ്പറിലുള്ള റാണി ഹണി ചേമ്പർ കയറി മുട്ടയിടാതിരിക്കാൻ വേണ്ടിയുള്ള എക്സ്ക്ലൂഡർ. അപ്പം അത് പൂർണ്ണമായും വുഡനിൽ അല്ലെ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഈ രീതിയിൽ ക്യൂൻ എക്സ്ക്ലൂഡർ വെച്ചാൽ ഒരു രീതിയിലും ക്യൂൻ മുകളിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ ചേമ്പറിലേക്ക് കയറി മുട്ടയിടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. നല്ല രസകരമായ രീതിയിലുള്ള ഒരു നിർമ്മാണമാണ്. അപ്പം ഇതാണ് ക്യൂൻ എക്സ്ക്ലൂഡർ. ഇറ്റാലിയൻ തേനീച്ചയിൽ അതല്ലെങ്കിൽ ഹണി ഫ്ലോ ഹൈവിൽ ഉപയോഗിക്കുന്ന ക്യൂൻ എക്സ്ക്ലൂഡർ ഇതാണ്. അതേപോലെ വലിയൊരു വ്യത്യാസം നമ്മുടെ ഈ ഫ്രെയിമുകളിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ തേനീച്ചയുടെ ഫ്രെയിമുകളിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഫ്രെയിം ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ തേനീച്ചകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അട നിർമ്മിക്കും. എന്നാൽ ഈ ഫ്രെയിമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ ഷീറ്റാണ്. അത് ഇതേപോലെയുള്ള ഫൗണ്ടേഷൻ ഷീറ്റ്, അതായത് മെഴുക് നമ്മൾ അച്ചിൽ നിർമ്മിച്ച് എടുത്തു വയ്ക്കുന്ന ഷീറ്റ്. ഈ ഫൗണ്ടേഷൻ ഷീറ്റ് ഇതേപോലെ നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഫൗണ്ടേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വാക്സ് ആണ്, ഇത് മെഴുകാണ്. അപ്പം നമ്മൾ ഈ കമ്പി, അതായത് ഇതിനകത്തൂടെ എല്ലാം കമ്പി വലിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഫ്രെയിമിൽ തേനീച്ചകൾ തേനോ പൂമ്പൊടിയൊക്കെ നിറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്രൂഡ് നിറഞ്ഞു കഴിയുമ്പം ഇതിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനോ അല്ല തിരിക്കുമ്പോഴൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളതിനാൽ അത് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കമ്പി ലെയർ ചെയ്തിട്ട് അതേലാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഷീറ്റ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫൗണ്ടേഷൻ ഷീറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ഹീറ്റ് കൊടുത്ത് ഈ കമ്പി ചൂടാക്കുമ്പോൾ ഇത് കറക്റ്റ് മെൽറ്റായിട്ട് ഈ ഫൗണ്ടേഷൻ ഷീറ്റ് കമ്പിയുമായിട്ട് ചേരും. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെത്തേഡാണിത്. കണ്ടോ, ഇനി നമ്മൾ ഇതിനകത്ത് ഈച്ചയെ കയറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈച്ചകൾ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ഈ ഫൗണ്ടേഷൻ ഷീറ്റിൽ നിന്ന് ഇവരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതൊരു പൂർണ്ണമായിട്ടുള്ളൊരു അടയായിട്ട് മാറ്റും. അപ്പം പിന്നീടാണ് ഇതിനകത്ത് അവർ മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യൻ തേനീച്ചയിൽ, ഞൊടിയൽ തേനീച്ചയിൽ നമ്മൾ പഞ്ചസാര കൊടുക്കുന്ന ഒന്നി ചിരട്ട വെച്ച് കൊടുക്കും, അല്ലെ വേസ്റ്റ് ട്രേ വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീഡിങ് മെക്കാനിസമാണ്, ഫീഡിങ് ട്രേ ആണ്. കണ്ടോ, ഇത്രത്തോളം വലിയ ഫീഡിങ് ട്രേ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം 10 ഫ്രെയിമിൻ്റെ ഒരു ബോക്സിൽ 9 ഫ്രെയിമും ഒരു ഫീഡിങ് ട്രേയും അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ രീതിയിൽ ഇതിനകത്ത് ഫീഡ് നിറച്ച് വെച്ചാൽ ഇത് ആവശ്യത്തിന് ഈച്ചകൾ എടുത്ത് കുടിച്ച് ഇത് ഇതിൽ നിന്ന് വളരും. നമ്മളിതിനകത്ത് പാത്രം വെച്ച് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഇറ്റാലിയൻ തേനീച്ചയിൽ അല്ലെങ്കിൽ ഈ ഹണി ഫ്ലോ ഹൈവ് മെത്തേഡിൽ ഇല്ല. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ ബ്രൂഡ് ചേമ്പറിൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇതിൻ്റെ അടിപ്പലക നോക്കുവാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഇതിന് നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യൻ തേനീച്ചകൾക്ക് സിംഗിൾ ലെഗ് സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒറ്റ കാലയിൽ വരുന്ന സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് സ്റ്റൂൾ ടൈപ്പ് സ്റ്റാൻഡാണ്, അതായത് 4 കാലുള്ള സ്റ്റൂള് പോലത്തെ സ്റ്റാൻഡ്. അപ്പം അതിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള അടിപ്പലക, അതാണ് ഇതിന് കാണുന്നത്. ചില ഹണി ഫ്ലോ ഹൈവിന് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ട്രേ വരും, പക്ഷേ ഇതിന് ആ മെത്തേഡല്ല. ആ എക്സ്ട്രാ ട്രേ വരുമ്പം ആ ട്രേ നമ്മൾ വലിച്ച് ക്ലീൻ ചെയ്താൽ ഈ പെട്ടി പൂർണ്ണമായും നീക്കാതെ നമുക്ക് അടിപ്പലക ആഴ്ചയിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള മെക്കാനിസം ഉള്ള ബോക്സസും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്ട്രാ ട്രേ വരും, ആ ട്രേ മാത്രം നമ്മൾ വലിച്ചാൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് വിടാൻ സാധിക്കും. അപ്പം ഇതാണ് ഹണി ഫ്ലോ ഹൈവ്. അപ്പോൾ ഇതെങ്ങനെ ഇന്ത്യൻ തേനീച്ചയിൽ പ്രാവർത്തികമാക്കാമെന്ന് ഉള്ളൊരു പഠനം നടത്തുകയാണ്. ഇത് ഇന്ത്യൻ തേനീച്ച വളർത്താൻ സാധിക്കുമോ? ചില ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും. നമ്മുടെ 6 ഫ്രെയിമുള്ള ബോക്സിൽ നിന്നും ഈച്ചകളെ 10 ഫ്രെയിമുള്ള ബോക്സിലേക്ക് മാറ്റുമ്പോൾ ഇച്ചിരി ചലഞ്ചിങ് ആണ്. എങ്കിലും അത് സാധിക്കുമോ, അതല്ലെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ ഇന്ത്യൻ തേനീച്ചയിൽ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു പഠനം ഇപ്പോൾ ഇവിടെ നടക്കുന്നു. അത് വിജയിച്ചാൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് കാണാം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ്. ഇന്ന് കർഷകരായിട്ടുള്ള ആർക്കും തേനീച്ച കൃഷി ആയിക്കോട്ടെ എന്ത് ഫാമിംഗ് ആയാലും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള അല്ലെ നമ്മുടെ വിരൽത്തുമ്പിലുള്ള നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ കർഷകരൊക്കെ പ്രതിസന്ധിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നില്ല എന്നൊരു കാര്യമാണ്.
ഞാൻ ഏകദേശം 13 വർഷമായി ഈ മേഖലയിൽ വന്നിട്ട്. ഞാൻ ആദ്യ കാലങ്ങളിൽ ചെയ്തത് ജസ്റ്റ് ഫോട്ടോ എടുക്കുക, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ വന്നത്, നമ്മൾ അന്നൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇതേ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ സാധനത്തെ വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് പോകാനുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്. നമ്മുടെ കൊറിയർ സൈഡിൽ നിന്നായാലും നമ്മുടെ മറ്റ് മേഖലകളിൽ നിന്നായാലും കർഷകന് എന്നും ഇപ്പം സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്, നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം ആ രീതിയിൽ നമുക്കിതിനെ വിപണനം ചെയ്യാൻ സാധിക്കും. ഏത് കൃഷിക്കാരനായാലും ഏത് ഉൽപ്പന്നമായാലും നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്നും കർഷകർ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ലെ, പണ്ട് നമ്മളൊരു കുപ്പി തേൻ ഉൽപ്പാദിപ്പിച്ചാൽ കടയെ കൊണ്ട് വെച്ച് അത് വിറ്റിട്ട് വേണം നമുക്ക് പൈസ കിട്ടാൻ. ചിലപ്പം ക്രെഡിറ്റിലായിരിക്കും സാധനം പോകുന്നത്. എന്നാൽ ഈ രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം പൈസ വന്നതിന് ശേഷമാണ് നമ്മൾ അയക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈ ഒരു സംരംഭ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈസിലി ആയിട്ട് നമുക്ക് അതിനകത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, ചെറുതേനീച്ചയുടെ കോളനികൾ ലൈവ് ബീസാണ്. ഈ ഇരിക്കുന്നതൊക്കെ ലൈവ് ബീസാണ്. അതും നിങ്ങൾക്ക് കർഷകർക്ക് ഈസി ആയിട്ട് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളായിട്ട് ഇന്നിപ്പം കൊറിയർ പോകാനുള്ള ചെറുതേനീച്ചയുടെ കോളനികൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ അതിൻ്റെ എൻട്രൻസ് ക്ലോസ് ചെയ്തു. ഇന്നത്തെ കൊറിയറിൽ ഈ സാധനങ്ങളെല്ലാം ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകും. ഈസി ആയിട്ട് നമുക്ക് ഇത് പാക്ക് ചെയ്ത് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിൽ അയച്ചു കൊടുക്കാം. അപ്പം എല്ലാവരും ഒരു സംശയമാണ്, ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ഇതിന് ശ്വാസം കിട്ടുമെന്നുള്ളത്. 2 ബോക്സ് ചേരുന്നതാണ് ഒരു ചെറുതേനീച്ചയുടെ കോളനി. അപ്പം ഇതിൻ്റെ എല്ലാ ഇടയിൽ വിടവുകളുള്ളതിനാൽ ഇതിനകത്തൂടെ എല്ലാം ഈച്ചയ്ക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിൽ ഞാൻ ഇതെല്ലാം പറയുന്നത് ഏത് കൃഷിക്കാരനായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി, അത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. അപ്പം ഈ രീതിയിൽ ഇത് ക്ലോസ് ചെയ്ത് നമ്മളിത് നല്ലതായിട്ട് പാക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ടോപ്പ് ഏതാണ്, ഇതിൻ്റെ ബോട്ടം, ഇതിൻ്റെ മുകൾ ഭാഗം അടിഭാഗം ഏതാണ് എന്നുള്ളത് ഇതുപോലൊരു മാർക്കിങ് കൊടുത്ത് വേണം നമ്മളിത് അയക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ പാക്ക് ചെയ്താൽ നമുക്ക് ഇതും കൊറിയർ മുഖേന ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ ഏറ്റവും ദൂരെ എത്തിച്ചിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. അത് 7 ദിവസം കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം അന്ന് പക്ഷേ നമ്മൾ പേപ്പറല്ല, അതിന് പകരം ക്ലോത്താണ് അടച്ചു വെച്ചിരിക്കുന്നത്. കാരണം കുറേ ദിവസങ്ങൾ അധികം ഇരിക്കുമ്പോൾ അപ്പം കുറേ കൂടെ എയർ സർക്കുലേഷൻ കിട്ടാൻ അത് സഹായകരമാകും. അപ്പം ഈ രീതിയിൽ കർഷകൻ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും ഒരു സംരംഭക മനസ്സോട് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി വിജയിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ നിലയ്ക്കൽ വികാനിലെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഓരോ കർഷകനും ഇത് ഫോളോ ചെയ്യുക. താങ്ക്